ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. കിക്കർ അടിച്ചാലൊക്കെ സ്റ്റാർട്ടാവും. സെൽഫിൽ സ്റ്റാർട്ടാവാത്ത കംപ്ലൈൻ്റ് ആണ് പറഞ്ഞേക്കണേ. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. 2 വർക്കുകളാണ് പറഞ്ഞേക്കണേ. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണുന്നത്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. 12.796 റേഞ്ചിലൊക്കെ വോൾട്ട് വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കാം, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. വാറണ്ടി പീരീഡ് മിക്കവാറും ഉണ്ടാവും ബാറ്ററിക്ക്. 2023 എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വാറണ്ടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, എന്തെങ്കിലും ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി കാർഡ് കൊണ്ടുവന്നാൽ നമുക്കത് വാറണ്ടിക്ക് ക്ലെയിം ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ക്ലെയിം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആമറോഡിൽ നിന്ന് എവിടെ നിന്നാണ് മേടിച്ചാൽ അവിടെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈമായിട്ടാണ് നമുക്ക് ഓയിൽ മാറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നമുക്ക് കൂട്ടുന്ന സമയത്ത് നമുക്ക് വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വൈബ്രേഷൻ, അതായത് ഇതിൻ്റെ ഈ സ്കൂട്ടർ മോഡൽ CVT ക്ലച്ചാണ് വരാം. അതിൻ്റെ ക്ലച്ചിനകത്ത് പൊടി കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ക്ലച്ച് ഔട്ടറിന് പിടിക്കാണ്ട് പോകുന്നതാണ് ആ കംപ്ലൈൻറ്റ് കാണിക്കുക. അത് നിർത്തിയിട്ട് എടുക്കുമ്പോൾ വണ്ടി ആക്സിലേറ്റർ മാക്സിമം കുറച്ചിട്ട് കൈ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ആ പ്രോബ്ലം കാണിക്കുക. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ നല്ലതാണ്. നിലവിൽ അത് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാണെങ്കിൽ 2 കേസുള്ളൂ, ഒന്ന് ഓയിൽ ചേഞ്ചും ഒന്ന് സെൽഫിൻ്റെ കംപ്ലൈൻറ്റും. അപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് കണ്ടീഷൻ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അത് അടക്കം വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ ക്ലച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ അതുകൂടി കംപ്ലീറ്റ് ചെയ്ത് വിടാം നമുക്ക് കേട്ടോ.